ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ യേശു കർത്താവിൻ്റെ സംസ്കാര ശുശ്രൂഷയെ പറ്റിയാണ് പറയുന്നത്. സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ വന്നു. പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു. യോസഫ് ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞു. താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ച് പോയി. കല്ലറയ്ക്കെതിരെ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും ഇരുന്നിരുന്നു. ഒരിക്കൽ നാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കൽ വന്നുകൂടി. യജമാനനെ, ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷവുമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിനെ മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സംസ്കാരത്തിൽ പേടിച്ചുപോയി. ദൈവപുത്രനാണെന്ന് സമ്മതിക്കാത്തവർ യേശു ദൈവപുത്രനാണെന്ന് സമ്മതിക്കുക. അതുകൊണ്ടാണ് കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നത്. യേശു കർത്താവിൻ്റെ സംസ്കാര ശുശ്രൂഷ ധനാഢ്യനായ യോസഫ് ആരെയും വെച്ചിട്ടില്ലാത്ത തൻ്റെ കല്ലറായ കർത്താവിന് വേണ്ടി നൽകുകയാണ്. മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടിയായിരുന്നുവെന്ന് പറയുന്നത് പോലെ നമ്മളെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം എപ്രകാരം എവിടെയായിരിക്കുന്നൊന്നും ആർക്കും അറിയില്ല. എന്നാൽ ആ മരണത്തിൽ ദൈവികമായിട്ടുള്ള സാന്നിധ്യം അനുഭവിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടെ നമുക്ക് നിൽക്കുവാൻ സാധിക്കണം. കാരണം യേശുവിൻ്റെ ശത്രുക്കൾ പോലും യേശു ഉയർക്കുമെന്ന് ഭയമുണ്ടായിരുന്നു. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ആവരിച്ച് ഈ വചനത്താൽ മരണത്തെ അതിജീവിക്കുന്ന ദൈവീയ ശക്തി കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും, വ്യക്തിജീവിതങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അങ്ങ് സാധ്യമാക്കി കൊടുക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.